സാർ, തെളിവുകളെല്ലാം നശിപ്പിച്ചു. പക്ഷേ ഫാക്ടറിയിലെ ഗോവിന്ദ് അയാളെല്ലാം കണ്ടു എന്നാ പറഞ്ഞു കേട്ടെ. ഓ ഷിറ്റ്. എന്നിട്ട് അയാളെവിടെ? അയാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഓക്കെ, നമുക്കിപ്പോ തന്നെ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ സാർ. അയ്യോ, ഇയാളെ എന്തിനാ കെട്ടി വെച്ചിരിക്കുന്നത്? കെട്ടഴിക്കോ? സാർ, തന്നോട് കെട്ടഴിക്കാനാ പറഞ്ഞത്. ഓക്കെ സാർ. ഹേ ഗോവിന്ദ്, താൻ പാനിക്കാവണ്ട. താൻ എൻ്റെ അടുത്ത് സേഫാണ്. നിർത്തിക്കോ തൻ്റെ നാടകം. താൻ നടത്തുന്ന ഈ കള്ളക്കച്ചവടം ഞാൻ പുറം ലോകം അറിയിക്കും. എടോ, താൻ അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാനിതെല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോളാം. താൻ ഇത് നിർത്തിയാലും ഇല്ലെങ്കിലും ഇതെല്ലാം ഞാൻ പുറത്തറിയിക്കും. എത്ര പേരുടെ ജീവനാണ് താൻ എടുത്തിട്ടുള്ളത്. എടോ ഗോവിന്ദ്, താൻ ഇങ്ങനൊന്നും ചെയ്യരുത്. തനിക്ക് എന്ത് വേണേലും ഞാൻ ചെയ്തു തരാം. പക്ഷെ ഇതൊന്നും പുറത്തു പറയരുത് പ്ലീസ്. താൻ ഇനി എത്രയൊക്കെ എൻ്റെ കാല് പിടിച്ചാലും ഞാനിത് പുറത്ത് പറഞ്ഞിരിക്കും. താൻ ഈ ചെയ്തതിനെല്ലാം തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ആ താനങ്ങനെ ചെയ്യല്ലേ. എനിക്ക് പേടിയാകുന്നു താനീ പറയുന്നതൊക്കെ കേട്ടിട്ട്. താൻ ആരുടെ മുന്നിലാ വന്ന് പെട്ടിരിക്കുന്നെന്ന് ഇതുവരെ തനിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. വരട്ടാൻ വന്നേക്കുമോ? അലക്സ്, ബോഡി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നോ സാർ. ഹലോ. ഹലോ, വെറുതെ ഇരിക്കായിരിക്കുമല്ലേ? പ്രിയ, എന്ന് നിന്റെ അടുത്ത് വിളിച്ച് ഈ കാര്യത്തെ പറ്റി സംസാരിക്കാൻ എനിക്ക് കുറച്ച് മടുപ്പുണ്ട്. പറയാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ പറഞ്ഞു. ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹരി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. നിനക്കറിയാവുന്നതല്ലേ എൻ്റെ സിറ്റുവേഷൻ. വീടിന് വെളിയിലിറങ്ങാൻ തന്നെ അനുവാദം ചോദിക്കണം. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണോ തിരിച്ച് ഹോസ്പിറ്റലിൽ വരാൻ പറ്റുന്നത്? എടാ, അതൊക്കെ ശരിയാ. പക്ഷെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് ജോബ് വാങ്ങിച്ച് 6 മാസം തികയുന്നതിന് മുമ്പ് നീ ഇത് നിർത്തിപ്പോയതാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ. ആ മർഡർ കേസ് അത് ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് അയാൾ എൻ്റെ ജോലി കളഞ്ഞത്. അതെന്തിനാ? കാരണം എനിക്കറിയാം അതാരാ എന്തിനാ ചെയ്തതെന്ന്. ഒരു മർഡർ കേസ് ഹോസ്പിറ്റലിൽ വന്നാൽ എന്തായാലും പോലീസിനെ അറിയിക്കണം. ഞാൻ എന്തായാലും പോലീസിനെ അറിയിക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേസാവും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും നിന്നെ വിളിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യ. നീ ഓക്കെ അല്ലേ? ഓക്കെയാ. ഞാനും മടുത്തു. എനിക്കൊന്നും ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. 1.5 കൊല്ലമായി ഞാൻ ഈ വീട്ടില്. നീ പിന്നെ എന്തിനാ അയാളുടെ വാക്ക് കേൾക്കാൻ നിൽക്കുന്നേ? നിനക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തോടെ? ഹരി, എൻ്റെ അമ്മയും ഇതുപോലെ സ്വന്തമായിട്ട് തീരുമാനം എടുത്തുകൊണ്ടാ എൻ്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ തനിച്ചായത്. ശരി, നീ പാസ്റ്റ് ആലോചിച്ച് ഡെസ്പാവണ്ട. നീ വല്ലതും കഴിച്ചോ?
ഓക്കെ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഓക്കെ. പപ്പ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? ഞാൻ റീജോയിൻ ചെയ്തോട്ടെ? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് കഴിയാനുള്ളതെല്ലാം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനത് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ജോലിയാ, എനിക്കത് ചെയ്യണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ഇതിനെപ്പറ്റി സംസാരം വേണ്ട. കുഞ്ഞെ, നീയൊന്നും കഴിക്കുന്നില്ലേ? എനിക്കൊന്നും വേണ്ട ആന്റി. ഇന്നലെ രാത്രിയിലും ഒന്നും കഴിച്ചില്ലല്ലോ. ആന്റി, ഞാൻ എൻ്റെ ലൈഫ് മടുത്തു തുടങ്ങി. ഈ പ്രായത്തിലെയോ? എന്താ പറ്റിയേ? ആന്റിക്കറിയില്ല എന്താ പറ്റിയെന്ന്. എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടറാണെന്ന്. അതായിട്ടും എനിക്ക് 25 കൊല്ലായി ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. നീ ഉണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാനിവിടെ ജോയിൻ ആയത്. എന്നേക്കാൾ നന്നായിട്ട് നിന്നെ ആർക്കറിയാം? നിന്റെ അച്ഛൻ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയാവുന്നതല്ലേ. അപ്പോ അതനുസരിച്ച് നിൽക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അയാൾക്കെതിരെ നിന്ന കൊല്ലാൻ പോലും മടിക്കില്ല. ലയ, പ്രിയാനെ വിളിക്കുക. ഓക്കെ സാർ. വളച്ചിട്ടില്ലാതെ സ്ട്രൈറ്റ് ആയിട്ടൊരു കാര്യം പറയാം. എന്താ? നിന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു. എന്ത് കല്യാണോ? അതെ, അടുത്ത മാസം 3-ാം തീയതി. അടുത്ത മാസം എന്ന് പറഞ്ഞാ അത് അടുത്ത ആഴ്ചയല്ലേ? അതെ, കുറച്ച് നേരത്തെയാണ്. എന്നോടൊന്നും ചോദിക്കാതെ? ഇതുവരെ എല്ലാം ഞാൻ നിന്നോട് ചോദിച്ചിട്ടാണോ ചെയ്തിരുന്നത്? പക്ഷെ ഇതെന്റെ ലൈഫാണ്. അതാരാ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാ ഒരാളെ... അതെല്ലാം എനിക്കറിയാം, അത് മതി. ഇത് പറയാൻ വേണ്ടിട്ട് മാത്രാ നിന്നെ വിളിപ്പിച്ച. ഇനി പോയിക്കോ. നീ ഓക്കെ അല്ലേ? നോ. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ അത് ഇയാൾ എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നേ? അമ്മയെ കൊന്നപ്പം എന്നെയും കൂടി അങ്ങ് കൊന്നു കളയത്തില്ലായിരുന്നു? അതിന് അയാൾക്ക് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. എന്താ? നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ കൊന്നതിന് ഒരു കാരണമുണ്ട്. എന്ത് കാരണം? കാരണം അയാൾ നടത്തുന്ന കള്ളക്കടത്തെല്ലാം അവൾ പുറത്തറിയിക്കുമെന്ന് പറഞ്ഞു. നിന്റെ അച്ഛനെ എതിരാര് നിന്നാലും അയാളെ കൊല്ലും. നിന്നെ കൊന്നിട്ട് അയാൾക്കൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് വെറുതെ വിട്ടു. പക്ഷേ കല്യാണം അത് വെറുതെ ആയിരിക്കില്ല. എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാലോ, അത് മാത്രം ഇപ്പൊ ആലോചിച്ചാൽ മതി. ഇത്ര പെട്ടെന്നൊരു കല്യാണം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാനില്ല. അയാൾ എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അയാൾ എന്തെങ്കിലും കാര്യമില്ലാതെ ഇങ്ങനൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. എന്തായാലും നിനക്ക് അവിടുന്ന് രക്ഷപ്പെടാലോ. ഇത് തന്നെയാ ലയാൻറ്റിയും പറഞ്ഞ.
പപ്പയുണ്ട്. അധികം നേരം സംസാരിക്കാൻ പറ്റില്ല. ശരി.